കോർപ്പറേഷന് ഇതിന് വല്ല ഉത്തരവാദിത്വമുണ്ടോ? കോർപ്പറേഷനിലെ നമ്മുടെ മേയർ ഓവർടേക്ക് ചെയ്ത ബസ്സിനെ തടഞ്ഞു നിർത്തി അയാള് എന്തോ ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ കേസെടുക്കാൻ പോയി. ഇപ്പോ ഈ റോഡിലൂടെ ഒന്ന് മേയർ സഞ്ചരിക്കട്ടെ. വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളക്കെട്ടുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന കാറുകൾ വഴിയെ പോകുന്നവരുടെ മുഖത്തുള്ള ചെളിവെള്ളം ധരിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു കാറുകാരനെ കൈ കാണിച്ച് നിർത്തി അയാളെ ശാസിക്കാൻ ഇവിടുത്തെ മേയർ തയ്യാറായിട്ടുണ്ടോ? കോർപ്പറേഷൻ എന്ത് നടപടിയെടുക്കുന്നു? ഇവിടെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ട കോർപ്പറേഷൻ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആമയിഴഞ്ചാൽ റോഡിലെ മാലിന്യം. ഇതൊക്കെ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. ഈ നഗരം 10-30 കൊല്ലമായി ഭരിക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ ഗവൺമെന്റ് കഴിഞ്ഞ 8 കൊല്ലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇവിടുത്തെ കോർപ്പറേഷനും കൂടി തിരുവനന്തപുരം നഗരത്തെ തിരുവനന്തപുരം നരകമായി മാറ്റി. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്, യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും എല്ലാ സംവിധാനവും നിലനിർത്തിക്കൊണ്ട് ഈ റോഡുകൾ, പ്രത്യേകിച്ച് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ റോഡുകൾ അടിയന്തരമായി അതിന്റെ പണി പൂർത്തിയാക്കണം. കാരണം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് മുഴുവൻ പൊതുമരാമത്ത് വകുപ്പിനെതിരായിട്ടായിരിക്കും ആളുകൾ കോടതിയിൽ കേസുമായിട്ട് പോകുന്നത്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മളിപ്പോ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. MLA-മാര് MP-മാരൊക്കെ ശക്തമായി പ്രതിഷേധിക്കുന്നു. കാരണം റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു, എന്താണ്, എല്ലാവർക്കും ഷെൽട്ടർ ക്യാമ്പുകൾ തുടങ്ങി. എവിടെയാണ് തുടങ്ങിയത്? എത്ര പേർക്ക് ഷെൽട്ടർ കൊടുത്തു? കടലാക്രമണം, ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ അറിയപ്പെടായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളാരും പോകാത്തത്. നിങ്ങളാരും പോകാനല്ലല്ലോ പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാരില്ലേ, കളക്ടർമാരില്ലേ, ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് സ്പോട്ട് വിസിറ്റ് ചെയ്യണ്ടേ? അവിടെ ചെന്ന് ഈ ഷെൽട്ടർ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന കാലത്ത് MLA-മാർ പോവും, ഞങ്ങൾ കളക്ടറെ വിളിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ തഹസീൽദാരെ കൊണ്ടുവരും. അത്തരം പ്രവർത്തനങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ല. ഇലക്ഷന്റെ ഒരു ആലസ്യത്തിൽ ഗവൺമെന്റ് മെഷീനറി പൂർണ്ണമായി തമ്മിച്ചിരിക്കുക. ടൂറിസ്റ്റ് മന്ത്രിയും ഭാര്യയും കൂടി ഇന്തോനേഷ്യയിലും സിംഗപ്പൂര് പോയി, മേയറും ഭർത്താവും കൂടി മൂന്നാറിലേക്ക് പോയി. ഈ വാർത്തകളൊക്കെ പത്രത്തിൽ വരുമ്പോൾ വെള്ളക്കെട്ടും ഈ റോഡും പൊളിച്ചിട്ടിരിക്കുന്ന റോഡിലെ യാത്രക്കാർ ചോദിക്കുകയാണ്, ഇവിടെ കോർപ്പറേഷൻ ഇല്ലേ? അവരൊക്കെ സുഖവാസത്തിന് പോയി, ഞങ്ങൾ ഇവിടെ നരകയാതന. അതുകൊണ്ട് അടിയന്തരമായി ഈ വെള്ളക്കെട്ട് നിയന്ത്രിക്കാനും ഓപ്പറേഷൻ അനന്ത അതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതെ, രണ്ടാമത്തെ മന്ത്രിയാണ് ഈ ഡ്രൈ ഡേ മാറ്റുന്നതിന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇതിന്റെ 12 മണി വരെ നീട്ടുക ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണ്. ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണോ, കോടികൾ പിരിച്ചെടുക്കാനുള്ള ഈ ബാർ ഉടമകൾക്ക് നൽകുന്ന വാഗ്ദാനമായിട്ടാണോ? അതൊക്കെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. അല്ലല്ല, ഇപ്പൊ ഇത് ആരോപണം എന്ന് പറഞ്ഞാൽ ആരോപണം വായിക്കുന്നു എന്ന് പണ്ട് ശ്രീനിവാസി പറഞ്ഞു പോലെ ഇതൊക്കെ പുറത്തു വന്നതല്ലേ? ഈ ശബ്ദ സന്ദേശം അങ്ങനെ ഗൌരവമില്ലാത്തൊരു കാര്യമാണെങ്കിൽ എക്സൈസ് മന്ത്രി എന്തിനാണ് പോലീസിനോട് അന്വേഷിക്കാൻ എഴുതി കൊടുത്തത്? ഒരു ശബ്ദ സന്ദേശത്തിലൂടെ അന്തരീക്ഷത്തിൽ അത് ലയിച്ചു പോയാൽ മതിയല്ലോ, ഇഗ്നോർ ചെയ്യാമായിരുന്നില്ലേ? എന്തിനാ അന്വേഷണം ആവശ്യപ്പെട്ടത്? അതെല്ലാം അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. ഇത് അതിന്റെ അസോസിയേഷൻ നിങ്ങളും ഞാനും കേട്ട ഒരേ ശബ്ദരേഖയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു വലിയ അഴിമതി നടന്നിരിക്കുന്നു. ഒരു കാര്യം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ബാർ അസോസിയേഷൻകാരോട് പണം ചോദിക്കുന്നതും ബാർ നയത്തിൽ മാറ്റം അല്ല എക്സൈസ് നയത്തിൽ മാറ്റം വരുത്താൻ ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ? അത് പറഞ്ഞല്ലേ അസോസിയേഷൻകാർ പണം പിരിച്ചിരിക്കുന്നത്? ആരുടെയെങ്കിലും ഉറപ്പ് കിട്ടാതെ ഏതെങ്കിലും അസോസിയേഷന് പണം ചോദിച്ചാൽ അവരുടെ അംഗങ്ങൾ പണം കൊടുക്കുമോ? മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്? ജുഡീഷ്യൽ അന്വേഷണം പറഞ്ഞു അല്ല, അതൊക്കെ ഇപ്പൊ ആദ്യം ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. എല്ലാം കൂടി ഇപ്പൊ പറയാൻ പറ്റൂ. ഗവൺമെന്റ് ആ ആവശ്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയട്ടെ. നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വാർത്ത കൊടുത്താൽ ഇനിയുള്ള ദിവസങ്ങളിൽ വാർത്തയ്ക്ക് ക്ഷാമം ഉണ്ടാവും.
അല്ല, മന്ത്രിമാരെല്ലാം ഇപ്പൊ പലരും വിദേശത്താണ്. സ്വദേശത്തേക്ക് വരുമ്പോ രാജിവെക്കണമെന്നായി പറഞ്ഞത്. അതെ അതെ അല്ല, ഇല്ല, ഇന്നലെ പെരിഞ്ഞാന്നല്ലേ ആരോപണം വന്നത്. ഇന്ന് UDFന്റെ യോഗ. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ലല്ലോ, ലോകം അവസാനിക്കില്ലല്ലോ. ഇപ്പൊ 10-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. ഞങ്ങൾ ഈ ഉന്നയിക്കുന്ന ആവശ്യത്തോട് ഗവൺമെന്റിന്റെ പ്രതികരണം അറിയട്ടെ, എന്നിട്ട് ഞങ്ങൾ ആലോചിക്കും. അല്ല, അതിപ്പോ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞോളൂ. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. അല്ല, ഇതിനെല്ലാം സമയമുണ്ടല്ലോ. താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നിയമസഭ വരുമ്പോ മുഖാമുഖം പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനോട് ചോദിക്കാമല്ലോ. ഇതിന്റെ മറ്റ് വിവരങ്ങളൊക്കെ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, ആത്മകഥയൊക്കെ നിങ്ങൾ വായിച്ചോളൂ. ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അല്ല, അത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയ ആളുടെ അതൊന്നും ഇപ്പൊ നിങ്ങൾ ഉദ്ധരിക്കണ്ട. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾ അത് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാം. അദ്ദേഹത്തിന്റെ മകനോട് ചോദിക്കും. അല്ല, അതല്ല അനിയ, അതൊക്കെ പണ്ട് ചോദിക്കേണ്ട ചോദ്യം. അതൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ഇപ്പൊ ഇതിനെക്കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ല, എനിക്ക് താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോണം. ഞങ്ങളെന്തിനാ കഴിക്കുന്നത്? അതിപ്പോ AKG സെന്ററിലാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതറിയില്ല. അത് വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആരിലൂടെയും വേണ്ട, നേരിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതൊന്നും പറയാനല്ല വിളിച്ചത്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ നിങ്ങൾ നേരത്തെ വിളിച്ചപ്പോഴും പറഞ്ഞല്ലോ, അതൊക്കെ സംഘടനയ്ക്കകത്തുള്ള കാര്യങ്ങളാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലേ? ഏതായാലും അങ്ങയുടെ ചോദ്യം വളരെ സന്തോഷകരമാണ്. പക്ഷെ ഉത്തരവില്ല. അതൊന്നും ഇന്നത്തെ ചർച്ച വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ. അതാണല്ലോ പറഞ്ഞത്. താല്പര്യമുള്ളവർക്ക് ഇത്തവണ പോവാം. പക്ഷെ 2 തവണ നടന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ആദ്യം ഈ സമ്മേളനം കൂടുമ്പോ ഈ 2 സെഷനിലും എടുത്ത തീരുമാനം എന്തൊക്കെ നടപ്പിലാക്കി എന്നുള്ളത് ആദ്യം സഭയെ അറിയിക്കണം. താല്പര്യമുള്ളവർക്ക് പോകാം. അതെനിക്കറിയില്ല. അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യം. അത് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല, അതിപ്പോ UDFനെ ഒന്നും അങ്ങനെ ഗോവിന്ദ മാഷ് ട്രസ്റ്റ് വെച്ച് ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിന് എല്ലാം അറിയാമല്ലോ. അതൊക്കെ ആലോചിക്കും. ഇത് ഇന്ന് തന്നെ എല്ലാം ആലോചിക്കണമെന്നുണ്ടോ? ഈ പിള്ളേര് കഥ പറഞ്ഞു കഴിയുമ്പോഴേ രാവിലെ നേരം വെളുക്കുന്നോലും കഥ രാമായണം വായിക്കും. അവസാനം കൊച്ചുകുട്ടികൾ രാവിലെ ചോദിക്കുക, അമ്മ അമ്മുമ്മേ ഈ സീതയുടെ ഭർത്താവ് ആരാണ് എന്നതുപോലെ ചോദ്യം ചോദിക്കരുത്. പിന്നെ അല്ല, അത് നിങ്ങൾക്കല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാം. UDF നടത്തിയ സമരങ്ങളിലും UDF ഈ ഗവൺമെന്റിനെതിരായി നടത്തിയ പ്രക്ഷോഭങ്ങളിലും ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ പറയാം.
അല്ല, ഞങ്ങൾ ആലോചിച്ചോളാം. ഇപ്പൊ ഞങ്ങൾ ഇത്രേ തീരുമാനിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ഇപ്പൊ തീരുമാനിക്കാൻ പറ്റൂലല്ലോ. അല്ല, ഞങ്ങള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രൊഫഷണൽ ഏജൻസി തയ്യാറാക്കിയ ഒരു പ്രസന്റേഷൻ ഇന്ന് കണ്ടു. അത്രേ ഉള്ളൂ. അത് കാണാൻ കൂടിയാണ് ഇന്ന് യോഗം വിളിച്ചത്. അല്ല, ഏത് പ്രൊഫഷണൽ ഏജൻസിയാണെന്നൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല. ഞങ്ങളത് കണ്ടു. ഇനി ഞങ്ങൾ യോഗം വിലയിരുത്തും. അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇനി UDF വീണ്ടും കൂടുമല്ലോ, അപ്പൊ തീരുമാനിക്കും. ഏതാ? അല്ലല്ല, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രസന്റേഷൻ നടത്തി. അത് ഞങ്ങൾ കണ്ടു.